Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീം അല്ലേ എടുത്തുകൊണ്ടിരുന്നേ? ഇതിലെ പിക്ചർ ഒക്കെ കംപ്ലീറ്റ് ആയില്ലായിരുന്നോ? പിക്ചർ കംപ്ലീറ്റ് ആയില്ലേ? മിസ് പറഞ്ഞിട്ടല്ലേ നിർത്തിയത്? Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ പാരഗ്രാഫും കൂടി ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അടുത്തൊരു ടേമിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ഭാഗം കുറച്ചൊരു പാരഗ്രാഫും കൂടിയുണ്ട്. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ ഓൾറെഡി ഹോസ്പിറ്റൽ പ്ലാനിംഗ് ടീമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ പേഷ്യൻസിന്റെയും പേഷ്യൻസിന്റെ മാത്രം നീഡ്സ് നോക്കിയിട്ട് നമുക്കൊരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പകരം എല്ലാവരുടെയും ഹോസ്പിറ്റൽ പേഷ്യൻസ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റ് ടെക്നിക്കൽ ടീം ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരുടെയും നീഡ്സ് നോക്കി അതിനനുസരിച്ചുള്ളൊരു ബിൽഡിംഗ് പ്ലാൻ തയ്യാറാക്കുകയും അതിനനുസരിച്ച് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് സിൻസ് ഡോക്ടേഴ്സ്, nurses and medical administrators do not understand the language of hospital building, we have merely accepted the ideas the architect and engineers thrust on hospital. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ വീടുകളൊക്കെ നമ്മൾ പണിയുമ്പോൾ ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അന്ന് പറയുന്ന പല ടേംസും ചിലപ്പോ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ശരിയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരിചയമില്ലാത്ത ഒരു സാധാരണക്കാരുടെ അടുത്തേക്ക് അവര് വന്ന് പറയാണ് അങ്ങനെ ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഇത്രയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവർ ഉപയോഗിക്കുന്ന പല ടേംസും ചിലപ്പോൾ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു കോമൺ ലാംഗ്വേജ്, അത് അവരുടെ ലാംഗ്വേജ് ആണ്, അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ശരിയല്ലേ? എല്ലാവർക്കും ഇപ്പൊ ആ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനോ നഴ്സസിനോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോ ചിലപ്പോ ഈ ഹോസ്പിറ്റൽ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഒക്കെ കൊണ്ടുവരുമ്പോ അത് ആ ഹോസ്പിറ്റലിനെ നമുക്ക് ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിനോ നഴ്സസിനോ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സോ ചിലപ്പോൾ ആ ഒരു ലാംഗ്വേജ് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ഓക്കെ പറയും അല്ലെ. അപ്പൊ അങ്ങനെ ഓക്കെ പറയേണ്ട അല്ലെങ്കിൽ എന്താണ് ആ ആർക്കിടെക്റ്റിന്റെയും എഞ്ചിനീയറുടെയും ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, അടിച്ചേൽപ്പിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആശയങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ആശയം നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതെന്തുകൊണ്ടാണ്? ആർക്കിടെക്റ്റും അവരുടെ എഞ്ചിനീയേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ അവർ അടിച്ചേൽപ്പിക്കുന്ന ഏതൊരു പ്ലാൻ ആണെങ്കിലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് അതിനെ പറ്റി വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ്. Then, even though the multidisciplinary nature of a hospital project involves participation by professional doctors, specialists, nurses, technical staff, architects, engineers, and medical administrators. ഇനിയിപ്പോ ഒരു multidisciplinary nature of a hospital project, ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് തയ്യാറാക്കുമ്പോ അതിൽ എല്ലാവരും പങ്കെടുക്കുന്നു. അതായത് പ്രൊഫഷണൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സ്പെഷ്യലിസ്റ്റുകൾ ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, ആർക്കിടെക്ട്, എഞ്ചിനീയേഴ്സ്, മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് തയ്യാറാക്കുന്നത് വിചാരിക്കാം. എങ്കിൽ പോലും the lack of a common technical language needs for understanding of the common objective of this group tend to delay progress because the language and semantics used by various participants of the group can confuse and create ambiguity. എന്നുവെച്ചാൽ ഇവിടെ പറയുന്നത് ഈ പറയുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളായാലും ഒരു പൊതുവായിട്ടുള്ള സാങ്കേതിക ഭാഷ,
അല്ലെ, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ടെക്നിക്കൽ ലാംഗ്വേജിന്റെ അഭാവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പൊതുവായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിൽ പറയുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്, കോമൺ ലക്ഷ്യങ്ങൾ എന്താണ്, എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു പ്ലാനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ അത് ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു പൊതുവായ കോമൺ ടെക്നിക്കൽ ലാംഗ്വേജിന്റെ അഭാവം വരുമ്പോൾ അവര് നമുക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്യുന്ന ആ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനെ പറ്റി അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക്, അവിടെ നടക്കാൻ പോകുന്ന വർക്കിന്റെ ആ ഒരു ഡിലേ പ്രോഗ്രസ് അല്ലെ, ടു ഡിലേ പ്രോഗ്രസ്, പുരോഗതിയിൽ ചിലപ്പോ ഡിലേ വരാം, അല്ലെങ്കിൽ പുരോഗതിയിൽ ചിലപ്പോ വൈകിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഭാഷ, അതുമായി ബന്ധപ്പെട്ട അതിന്റെ അർത്ഥശാസ്ത്രം മുതലായവ യൂസ് ബൈ വേരിയസ് പാർട്ടിസിപ്പന്റ് ഓഫ് ദി ഗ്രൂപ്പ് ക്യാൻ കൺഫ്യൂസ് ആൻഡ് ക്രിയേറ്റ് ആംബിഗ്വിറ്റി. അവർ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷയായിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട അതിന്റെ അർത്ഥശാസ്ത്രമായി അതെല്ലാം ചിലപ്പോ ആ ഗ്രൂപ്പിലെ പാർട്ടിസിപ്പൻസ് ഉപയോഗിക്കുന്ന ഈ ലാംഗ്വേജുകള്, അതുമായി ബന്ധപ്പെട്ട ഈ സെമാന്റിക്സ് അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം മുതലായവ മറ്റുള്ളവരെ ചിലപ്പോ കൺഫ്യൂസ് ചെയ്തേക്കാം. എന്നുവെച്ചാൽ എന്താണ്, അവർക്ക് ചിലപ്പോ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആംബിഗ്വിറ്റി, ഒരു അവ്യക്തതയൊക്കെ സൃഷ്ടിക്കാവുന്ന കാര്യമാണ്. എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് ഹോസ്പിറ്റൽ പ്രൊജക്ട് പ്ലാനിങ്ങിൽ ഉൾപ്പെടുമ്പോഴും എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജിന്റെ അഭാവം മൂലം അവര് പറയുന്ന പലരും യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, അതുമായി ബന്ധപ്പെട്ട അതിന്റെ സെമാന്റിക്സ് അല്ലെങ്കിൽ അർത്ഥശാസ്ത്രങ്ങളൊന്നും മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ വ്യക്തമാവണമെന്നില്ല. അതുപോലെ തന്നെ അവരിൽ ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പമോ അവ്യക്തതയോ ഒക്കെ സൃഷ്ടിച്ചേക്കാം. ക്ലിയർ ആവുന്നുണ്ടോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സോ therefore medical men must first understand the language of the hospital project planning before interacting with architects and engineers. എപ്പോഴും നിർബന്ധമായിട്ടും ഒരു മെഡിക്കൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, അവരെല്ലാവരും ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആർക്കിടെക്റ്റുമായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപഴകുന്നതിന് മുമ്പ് തന്നെ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ആ ഒരു ലാംഗ്വേജ്, അവർ ഉപയോഗിക്കുന്ന ചില ടേംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ വരുത്തിയതിനു ശേഷം ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളത്. അപ്പൊ കുറച്ചുകൂടി നമുക്ക് അല്ലെ, നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കുറച്ചൊന്ന് വിശദമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയെടുക്കുമ്പോൾ പിന്നെ അവർ പറയുന്ന, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് പല ടേംസിനെ പറ്റി ഒരു അറിവ് ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? ഇത് പഠിച്ചു തുടങ്ങി പിന്നല്ലേ നിങ്ങൾ പല ടേംസും ഇന്നതാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വരുന്നത്. അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനിയിപ്പോ പുറത്ത് നിങ്ങളോട് വേറെ ആരെന്തെങ്കിലും ഒരു രോഗങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റൽ ടേംസിനെ കുറിച്ചോ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഇന്നതാണല്ലോ എന്ന് ഓർമ്മ വരും അല്ലെ, ശരിയല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ചില കാര്യങ്ങളൊക്കെ അത് ഇന്നതാണല്ലോ എന്ന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതുപോലെ ഇവരും എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് പ്ലാനിങ് നടത്തുമ്പോൾ തന്നെ അവരുപയോഗിക്കുന്ന ആർക്കിടെക്റ്റും എഞ്ചിനീയേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്, ആ ടേംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വരുത്താനും ഇവർക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ സജഷൻസ് കൊടുക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവർ ആദ്യം തന്നെ ആ ലാംഗ്വേജ് ഒന്ന് ധാരണ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഏതൊരു പ്ലാനും നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷേ എന്താ, നമുക്ക് അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയാം, അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ റിക്വയർമെന്റ്സ് ഇങ്ങനെയാണെന്ന് നമുക്ക് അങ്ങോട്ട് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട തിരുത്തലുകളോ സജഷൻസോ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം അവർ എന്ത് നമ്മുടെ അടുത്ത് പറയുന്നു അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. എത്ര ആളുകൾ ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ആർക്കും ഈ ഒരു ലാംഗ്വേജ് അവരുടെ മനസ്സിലായില്ല എങ്കിൽ അവര് പറയുന്ന നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ലാംഗ്വേജിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യമേ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തിരുത്തലുകളോ സജഷൻസോ ഒക്കെ കൊടുക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ
ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടൈമിലേക്ക് പോവാണ്. ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആരാണ്? അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഇവിടെ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ പ്ലാനിങ് എ ന്യൂ ഹോസ്പിറ്റൽ ഓർ ആഡിങ് ന്യൂ ഫെസിലിറ്റീസ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ is the utilization of a competent hospital administrator consultant. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത് ഹോസ്പിറ്റൽ, ഒരു പുതിയ ഹോസ്പിറ്റൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴോ പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ പണിയാനായിട്ട് ആസൂത്രണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റല്, ഓൾറെഡി നമ്മുടെ ഉള്ള ഹോസ്പിറ്റൽസിന് എന്തെങ്കിലും പുതിയ സൗകര്യങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള് തന്നെയാണ് യൂട്ടിലൈസേഷൻ ഓഫ് എ കോമ്പീറ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റ്. ഒരു കഴിവുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റിനെ ഉപയോഗിക്കുക എന്നുള്ളത്. Europe and USA, a class of professionals called hospital consultant has emerged separate from the professional hospital administrator. In യൂറോപ്പിലും യുഎസ്എയിലും ഒക്കെ ഒരു ക്ലാസ് ഓഫ് പ്രൊഫഷണൽ, ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്നുള്ളത്. അവർ ഹാസ് എമേർജ് സെപ്പറേറ്റ് ഫ്രം നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഉയർന്നു വന്നൊരു വിഭാഗമാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. അതെവിടെയാണ്? യൂറോപ്പിലും യുഎസ്എയിലും അവരൊരു സെപ്പറേറ്റ് വിഭാഗമായിട്ട് തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിനെ കാണുന്നത്. എന്നാൽ it is a matter of debate whether such strict compartmentalization is useful or even necessary. ഇതൊരു ചർച്ചാ വിഷയമാണ്. അതായത് ഇതൊരു സ്ട്രിക്റ്റ് കമ്പാർട്ട്മെന്റ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, നല്ല പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെയും ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും രണ്ടും രണ്ടാണോ? അതിനനുസരിച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു വേർതിരിവ് വേണോ? അത് പ്രയോജനകരമാണോ? അത് വേണ്ടയോ? അനിവാര്യമാണോ? എന്നൊക്കെയുള്ളത് ശരിക്കും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. A professional trained as a hospital administrator with adequate experience can profitably combine the job of a hospital consultant and administrator. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഫഷണലി ട്രെയിൻഡ്, നല്ല അവർക്ക് തൊഴിൽപരമായിട്ട് നല്ല പരിശീലനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വിത്ത് ആഡിക്വേറ്റ് എക്സ്പീരിയൻസ്, എന്താണ് മതിയായിട്ടുള്ള അനുഭവം പരിചയം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിക്ക്, അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ് അവരെങ്ങനെയാണ് അവർക്ക് തൊഴിൽപരമായിട്ട് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് അനുഭവങ്ങളും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പ്രോഫിറ്റബിളി കമ്പൈൻ ദ ജോബ് ഓഫ് ദ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. ഈ രണ്ട് ജോബും ഒരുപോലെ കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? സച്ച് എ പ്രൊഫഷണൽ, ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്. ക്ലിയർ ആണോ? ഒരു പ്രൊഫഷണൽ ട്രെയിൻഡ് അത് മുതൽ ആ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വരെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. എന്താണ് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്നാണ് അവിടെ പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസം മാത്രമേ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ തന്നെയാണ് നമ്മള് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഒരു സാധാ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ നമുക്ക് കൺസൾട്ടന്റ് വിളിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം? പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള ജോലികളും കൺസൾട്ടന്റ് എന്ന രീതിയിലുള്ള ജോലികളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പ്രൊഫഷണൽസിനെ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങള് എപ്പോഴും ഒരു പുതിയ ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി നിലവിലുള്ള ഹോസ്പിറ്റലുകൾ എന്തെങ്കിലും പുതിയ സൗകര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു ആള് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റ് എന്ന് പറയുന്ന വ്യക്തി. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റ് എന്ന് പറയുന്നില്ല, പകരം ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നു. എന്നാൽ
നമ്മുടെ രാജ്യങ്ങളിലൊക്കെ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ തന്നെയാണ് കൺസൾട്ടന്റ് എന്ന് വിളിക്കുന്നത്. പക്ഷെ യൂറോപ്പിലും USA-യിലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്നൊരു വിഭാഗമായിട്ട് അവർ തിരിക്കുന്നു. അത് പക്ഷെ ഒരിക്കലും അത് എന്താണ് അവര് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും അഡ്മിനിസ്ട്രേറ്ററും രണ്ടും സെപ്പറേറ്റ് ആണെന്നുള്ളതാണ്. പക്ഷെ അത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. കാരണം അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവ് അവിടെ ആവശ്യമാണോ അല്ലെങ്കിൽ അനിവാര്യമാണോ എന്നൊക്കെ അത് ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷെ നമ്മുടെ നാടുകളിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ആഡ്വക്കേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈ രണ്ട് ജോലികളും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ആരാണ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ്? ഇപ്പൊ മനസ്സിലായോ? ക്ലിയർ ആണോ? അത് ആ ഒരു പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. മാർക്ക് ചെയ്യേണ്ടത് ആ ലാസ്റ്റത്തെ പോയിന്റിലെ എ പ്രൊഫഷണൽ ട്രെയിൻഡ് ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി ആ ഒരു പാരാഗ്രാഫിന്റെ ലാസ്റ്റ് വരെ കേട്ടോ, ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് വരെ കേട്ടോ. അതുപോലെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? മേ ബി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. Planning a new hospital or adding new facility to an existing hospital is the utilization of a competent dash എന്ന് ചോദിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കൺസൾട്ടന്റ് എന്നും ആ ഒരു രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ. Then next paragraph ആണ് ട്ടോ. An experienced hospital consultant would have had opportunities to study the operation of many hospitals and similar institutions, to work in different kinds of situations and to compare ideas and developments with others in the medical care field. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണെങ്കിൽ അവർ ഈ പറയുന്ന പോലെ പല ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് കിട്ടും അല്ലെ. പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഹോസ്പിറ്റൽസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ ഒക്കെ അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരങ്ങള് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന്
കിട്ടുന്നുണ്ട്. ടു സ്റ്റഡി ദ ഓപ്പറേഷൻ ഓഫ് മെനി ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ പല ഹോസ്പിറ്റൽസ് അതുപോലെയുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പല സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കെയർ ഫീൽഡിലെ പല പല കാര്യങ്ങളെ കുറിച്ച്, ഡെവലപ്മെന്റ്സിനെ കുറിച്ച്, ഓരോ ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങളെ കുറിച്ചൊക്കെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണെങ്കിൽ അവർക്ക് പല മേഖലകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ട പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതിലൂടെ അവർക്ക് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട പല സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട പല ആശയങ്ങളും വികസനങ്ങളെ കമ്പാരിസൺ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരം ഇവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് he can approach a problem objectively in bring proper perspective both to problem solving and planning for the future. അതുപോലെ തന്നെ ഇപ്പൊ ഓരോ പ്രോബ്ലത്തെയും വളരെ വസ്തുനിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് തന്നെ അതിനെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ സമീപിക്കാനും കൃത്യമായ വീക്ഷണങ്ങളിലൂടെ ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനും ഭാവിയിലേക്കുള്ള പ്ലാനിങ് അല്ലെങ്കിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനൊക്കെ ഇദ്ദേഹത്തിന് ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് സാധിക്കുന്നുണ്ട്. ഓൺലി ദ സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് ഡൂയിങ് തിങ്സ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ക്യാൻ ഗിവ് ദ ഹോസ്പിറ്റൽ പ്രൊജക്ട് എ ഫെയർ ചാൻസ് ഓഫ് സക്സസ് ഓൺ എ ഫങ്ഷണൽ ബേസിസ് കൺസിസ്റ്റന്റ് വിത്ത് ദ എക്കണോമി. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഓഫ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്, ഒരു മെത്തേഡ് പല കാര്യങ്ങളെ കുറിച്ച് സ്പെഷ്യലൈസ്ഡ് നോളജ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഉണ്ട്. കാരണം അവർ പല മേഖലയില് പല പല സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നോളജ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു പ്രോബ്ലം വന്നാല് അതിന് ബദലായിട്ടുള്ള മെത്തേഡുകൾ, ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം ശരിയായില്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാൻ വേണ്ടി അടുത്ത മെത്തേഡുകൾ അവരുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു വളരെ ചിട്ടയായിട്ടുള്ള ഒരു സമീപനം ആ ഒരു ഹോസ്പിറ്റൽ പ്ലാനിംഗ് മേഖലയിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ പ്രൊജക്ട് എപ്പോഴും ഒരു വിജയിക്കാനുള്ളൊരു ഫെയർ ചാൻസ് ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള ഒരു ന്യായമായ ഒരു ചാൻസ് പ്രവർത്തനപരമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റിനെ ഉൾപ്പെടുത്തിയാൽ മികച്ചതായിരിക്കും. അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണെങ്കിൽ അവർക്ക് പല അവസരങ്ങളാണ് ലഭിക്കുന്നത്. അവർക്ക് പല ഹോസ്പിറ്റലുകളിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വർക്ക് ചെയ്യാനും അവർ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനും പല പല സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട പല ആശയങ്ങളും ഡെവലപ്മെന്റ്സും ഒക്കെ കമ്പയർ ചെയ്യാനും താരതമ്യം ചെയ്യാനും ഒക്കെ ഒരു അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആവുമ്പോൾ അവർ ഓരോ പ്രശ്നത്തെയും വളരെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കുകയും അതിനനുസരിച്ച് ശരിയായ വീക്ഷണത്തോടു കൂടി ആ പ്രോബ്ലത്തെ മനസ്സിലാക്കുകയും അത് സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള ആസൂത്രണങ്ങൾ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാത്തിലും വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ് അവർക്കുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു പ്രോബ്ലം വന്നാൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളെ കുറിച്ച് അവർക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഒരു ചിട്ടയായ ഒരു സമീപനം ആ ഒരു പ്ലാനിങ്ങിൽ കൊണ്ടുവരികയും അതിനനുസരിച്ച് ആ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ടിനെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ഒരു ചാൻസ് ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ ഉയർന്നത് കൂടിയായിരിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു പാരഗ്രാഫ്.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. The medical hospital consultant is able to provide experienced guidance in areas which cover. ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് അല്ലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ഏബിൾ ടു പ്രൊവൈഡ് എന്ത് നൽകാൻ പറ്റും? ഒരു പരിചയസമ്പന്നമായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ താഴെ പറയുന്ന ഏരിയാസുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് നൽകാൻ പറ്റും. അപ്പൊ ഈ താഴെ പറയുന്ന ഏരിയാസുമായി ബന്ധപ്പെട്ട് നല്ലൊരു പരിചയസമ്പന്നമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ ആർക്ക് നൽകാൻ പറ്റും എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് നൽകാൻ സാധിക്കും. ആ പറയുന്ന ഏരിയാസ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ലോക്കൽ ആൻഡ് റീജിയണൽ സർവീസ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻസ്. ഇതിൽ നിന്ന് ഈ ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റിന് ഏതൊക്കെ ഏരിയാസിലും എക്സ്പീരിയൻസ്ഡ് ഗൈഡൻസ് നൽകാൻ സാധിക്കും, അതിൽ ഉൾപ്പെടുന്നവ ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ഏത് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ്, ലോക്കൽ ആൻഡ് റീജിയണൽ സർവീസ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ, വൈദ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ടോ നടത്തുന്ന ലോക്കൽ ആയിട്ടോ അല്ലെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള സർവേകളുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, അനാലിസിസ് ഓഫ് ദ ഡിമാൻഡ് ആൻഡ് നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി. പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ എന്തെങ്കിലും അഡീഷൻസ് കൊടുക്കുന്നു, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ്, എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഡിമാൻഡ്സ്, ആവശ്യകതകള്, നീഡ്സ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. തേർഡ് വൺ, അസസ്മെന്റ് ഓഫ് ദ എക്സ്റ്റെന്റ് ആൻഡ് റേഞ്ച് ഓഫ് സർവീസസ് റിക്വയർഡ്. എന്താണ് അസസ്മെന്റ് ഓഫ് ദ എക്സ്റ്റെന്റ് ആൻഡ് റേഞ്ച് ഓഫ് സർവീസസ്? ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പോപ്പുലേഷൻ ആവശ്യപ്പെടുന്ന ആ ഒരു സർവീസുകൾ, ഹോസ്പിറ്റലിൽ നൽകാൻ പോകുന്ന റേഞ്ച് ഓഫ് സർവീസസ് അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എത്രത്തോളം വേണം അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യകത, എത്രത്തോളം സർവീസുകളുടെ വ്യാപ്തിയും റേഞ്ചും എത്രത്തോളം ആവശ്യമാണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അസസ്മെന്റ് അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. എക്യുപ്മെന്റ് സെലക്ഷൻ, ഏതൊക്കെ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കണം എന്നതിലുള്ള ഗൈഡൻസ് നൽകുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷണൽ റിലേഷൻഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടും അവിടുത്തെ ഓർഗനൈസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം അതുമായി ബന്ധപ്പെട്ട ഗൈഡൻസും കൊടുക്കുന്നു. ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ താഴെ പറയുന്ന ഏരിയയുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട്, മെഡിക്കൽ പരമായിട്ടും ഹെൽത്ത് കെയർ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തുന്ന ലോക്കൽ ആയിക്കോട്ടെ റീജിയൻ ആയിട്ടുള്ള സർവേകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. രണ്ടാമത്തത് അനാലിസിസ് ഓഫ് ദ ഡിമാൻഡ് ആൻഡ് നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, എന്തൊക്കെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, ആ ആവശ്യകതയെ വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ. Third one, assessment of the extent and range of services required. ഏതൊക്കെ സർവീസുകൾ വേണം, അതിന്റെ റേഞ്ച് എത്രത്തോളം, അതിന്റെ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ വ്യാപ്തി എത്രത്തോളം ആയിരിക്കണം, അതിന്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ എക്യുപ്മെന്റ് സെലക്ഷൻ, ഏത് ഉപകരണങ്ങൾ സെലക്ട് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓർഗനൈസേഷൻ റിലേഷൻഷിപ്പ്, അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടും അതിന്റെ അവിടുത്തെ ഓർഗനൈസേഷനും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഗൈഡൻസ് ആൻഡ് മാർഗനിർദ്ദേശങ്ങളും നൽകാൻ സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ വരുവാണ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത്
the first step in planning a hospital project is to form a planning team. ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ടീമിനെ ആസൂത്രണം ചെയ്യാനായിട്ട് ഒരു ടീമിനെ രൂപീകരിക്കുക എന്നുള്ളതാണ്. The nucleus of the team can consist of a hospital consultant, 1 or 2 medical and administrators, a nursing administrator, a hospital architect. അതിന്റെ ആ ഒരു പ്ലാനിങ് ടീമിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കേന്ദ്ര ബിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഉണ്ടായിരിക്കണം. 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മതപരമായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഭരണസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള റോളുകൾ സേവനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകളുണ്ടാവാം. അതിൽ അവരോ അതുപോലെ തന്നെ 1 or 2 മറ്റ് മെഡിക്കൽ മേഖലയിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്ട്. ഇത്രയും പേരാണ് ആ ഒരു ടീമിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുക്കൾ എന്ന് പറയുന്നത്. The nurse administrator feel that nurses tend to be brought into reactive plans drawn up by the others rather than to participate in their preparation. ഒരു nurse administrators എപ്പോഴും വിചാരിക്കുന്നത് അവര് മറ്റുള്ളവർ തയ്യാറാക്കി വെക്കുന്ന പ്ലാനുകള് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അറിയാത്ത പ്ലാനുകളോട് പ്രതികരിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്ലാനുകളെ കൃത്യമായിട്ട് നോക്കി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തിരുത്തലുകളോ കാര്യങ്ങളോ കൊണ്ടുവരണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളോടൊക്കെ പ്രതികരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്നാണ് നഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് സാധാരണയായിട്ട് അവർ ധരിക്കുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇതിന്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട പാർട്ടിസിപ്പേഷൻ ഇല്ല അല്ലെങ്കിൽ പങ്കാളിത്തം ഇല്ലായ്മ അല്ലെങ്കിൽ ആ ഒരു പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് അവർ ഫീൽ ചെയ്യുന്നില്ല. When the nurse is involved from the start. പക്ഷേ ഇവിടെ നേരെ തിരിച്ച ഒരു നേഴ്സ് ഇത് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജ് മുതൽ ആദ്യമേ ഇതിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ they are better prepared and equipped to guide and support line nursing managers in determining departmental system. ഒരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതിൽ ഓൾറെഡി അവർക്ക് ഇൻചാർജ് ഉള്ള ലൈൻ മാനേജേഴ്സിന് കൃത്യമായ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ നൽകാനും എന്തൊക്കെ കാര്യങ്ങൾ equipped ആകണം, എന്തൊക്കെ രീതിയിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സജ്ജീകരിക്കണം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് സജ്ജീകരണമൊക്കെ വരുത്തണം, അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇവർക്ക് അതിനുള്ള ധാരണയുള്ളത് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കാനും അത് ഓരോന്നും ആദ്യമേ തന്നെ ആ ഒരു പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ അത് ഉൾപ്പെടുത്താൻ സാധിക്കും. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എപ്പോഴും ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാനിങ് ടീമിനെ രൂപീകരിക്കുക എന്നുള്ളതാണ്. ആ പ്ലാനിംഗ് ടീമിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദുക്കൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഉണ്ടായിരിക്കും. 1 or 2 മെഡിക്കൽ ആൻഡ് ലേ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലേ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള സംഘടനകളിൽ നിന്നൊക്കെയുള്ള ഭരണപരമായ റോൾസ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിന് 1 or 2 അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഇതിൽ ഉൾപ്പെടുത്തും. അതുപോലെ ഒരു നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്ററും ഒരു ഹോസ്പിറ്റൽ ആർക്കിടെക്റ്റും ഇവര് നിർബന്ധമായിട്ട് ആ ഒരു ടീമിൽ ഉണ്ടാവുന്ന ന്യൂക്ലിയസ് മെമ്പേഴ്സ് ആണ്. ഇനി ഇതില് ഒരു നഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഒരിക്കലും ഇത് തയ്യാറാക്കാനല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് ചെയ്ത് ഓരോ പ്രൊജക്ട് തയ്യാറാക്കുന്നതിൽ അവർക്ക് വലിയ റോളൊന്നുമില്ല എന്നാണ് അവർ ഫീൽ ചെയ്യുന്നത്. മറിച്ച് അവർ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവർ മറ്റുള്ളവർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലാനില് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട പദ്ധതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഒരു നഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ധരിക്കുന്നതും ചിന്തിക്കുന്നതും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒരു നഴ്സ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് കുറച്ചും കൂടി അറിവുണ്ടായിരിക്കും. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ രീതിയിൽ തയ്യാറാക്കണം, എങ്ങനെ അത് സജ്ജീകരിക്കണം, അതിനെ കുറിച്ച് നല്ലൊരു ധാരണയുള്ളവരായതുകൊണ്ട് തന്നെ ഈ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ഇവർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഓരോ കാര്യങ്ങളും തയ്യാറാക്കാനും ഓരോ കാര്യങ്ങളും എളുപ്പത്തിൽ സജ്ജീകരിക്കാനുമുള്ള പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും അവിടെ ഇൻചാർജിലിരിക്കുന്ന നഴ്സിംഗ് മാനേജേഴ്സിന് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നിർണ്ണയിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്.
Then അടുത്തതിൽ പറയുന്നത് it has been suggested by some that a social scientist and even a health education should form part of the planning team. അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിംഗ് ടീമിന്റെ പാർട്ടായിട്ട് വരുന്ന ആളുകളാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് നൽകുന്ന ആളുകൾ, സോഷ്യൽ സയന്റിസ്റ്റുകളെല്ലാം ശരിക്കും ഈ ഒരു പ്ലാനിംഗ് ടീമിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളാണ്. While their value in national healthcare planning cannot be denied, but their association with the planning team at the hospital level is unlikely to improve in effectiveness of the day. ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ഹെൽത്ത് കെയർ പ്ലാനിംഗ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ സയന്റിസ്റ്റുകളുടെയോ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന ആളുകളുടെയൊക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിക്കളയാനായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും നിഷേധിക്കാനാവാത്തതാണ് അവരുടെ മൂല്യം. അതേസമയം ഒരു ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇവരുടെ ആ ഒരു പ്ലാനിംഗ് ടീമില് ഇവര് പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് മെച്ചപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അപ്പൊ അതൊരു നാഷണൽ ലെവലിലേക്ക് ചെല്ലുമ്പോൾ എപ്പോഴും ഒരു ഇവരൊക്കെ പ്ലാനിംഗ് ടീമിന്റെ ആളുകൾ അംഗങ്ങൾ ഒരുപാട് പേരുണ്ട്, സോഷ്യൽ സയന്റിസ്റ്റുകളായിക്കോട്ടെ ഹെൽത്ത് എഡ്യൂക്കേഷൻസ് കൊടുക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ ഭാഗമാണെങ്കിൽ പോലും നമുക്കതൊരു നാഷണൽ ഹെൽത്ത് കെയർ പ്ലാനിംഗ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ഇവരുടെ ആ ഒരു മൂല്യം എന്ന് പറയുന്നത്, അവരുടെ ആ ഒരു പങ്കാളിത്തമോ അവരുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഹോസ്പിറ്റൽ ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇവരുടെ ആ ഒരു പങ്കാളിത്തം കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള മെച്ചപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും സാധിക്കുകയുമില്ല. വേഗം ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് ചെറിയ പാരഗ്രാഫുകൾ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ദ കോർ ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നതാണ് കേട്ടോ. കോർ ഗ്രൂപ്പ് ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ പ്രൊജക്ട് the hospital consultant and 1 or 2 medical administrative staff would work without additional medical team members. ആദ്യത്തെ സ്റ്റേജിൽ അതായത് ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പ്രാരംഭ ഘട്ടത്തില് ഹോസ്പിറ്റൽ കൺസൾട്ടന്റും അതോടൊപ്പം തന്നെ 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും would work without additional medical team members. അവര് മാത്രമായിരിക്കും വർക്ക് ചെയ്യുക. അതിന് കൂടാതെ മറ്റുള്ള അഡീഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ടീം മെമ്പേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ആദ്യത്തെ, കാരണം അതൊരു പ്രാരംഭഘട്ടം, നമ്മൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആ ഒരു ടീമിലുണ്ടാവും. അവരുടെ കൂടെ 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളും ഉണ്ടാവും. ബാക്കിയുള്ളവരൊന്നും ആ ഒരു പ്രാരംഭഘട്ടത്തിൽ ആ ഒരു ഏർലി സ്റ്റേജസിൽ ആ ഒരു പ്രൊജക്ടിന്റെ ടീം മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. വിത്തൗട്ട് അഡീഷണൽ മെഡിക്കൽ ടീം മെമ്പേഴ്സ് മറ്റുള്ളവരാരും ഉണ്ടായിരിക്കില്ല. However, this core team will need to be enlarged. അപ്പൊ അതിനെയാണ് ഒരു കോർ ടീം എന്ന് പറയുന്നത്. അതായത് ആദ്യം എന്തായിരുന്നു ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും അതിന്റെ കൂടെ 1 or 2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. ഇനി പോകെ അതായത് ഈ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു കോർ ടീം എന്ത് ചെയ്യുന്നു, വലുതായിക്കൊണ്ടിരിക്കും. The core team will need to be enlarged gradually as the project develops by addition of a hospital engineer, a financial expert, an expert in the respective specialty fields when clinical services are taken up for consultation. So, ഈ ഒരു പ്രൊജക്ട് ഇങ്ങനെ enlarge ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച്
ഓരോ പ്രിമിറ്റീവ് സേവനങ്ങളും നമ്മൾ പരിഗണിക്കുന്നതിനനുസരിച്ച് ഈ കോർ ടീമിലേക്ക് ഓരോരുത്തരെയാണ് നമ്മൾ ഗ്രാജുവലി ക്രമേണ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഹോസ്പിറ്റൽ എഞ്ചിനീയേഴ്സിനെ ആഡ് ചെയ്യും, ആ ഒരു ടീമിലേക്ക് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ കയറും, അതുപോലെ തന്നെ മറ്റ് സ്പെസിഫിക് മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ കയറും. അങ്ങനെ ഓരോരുത്തരും നമ്മൾ പോകുക പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് കോർ ടീമിലേക്ക് ഓരോരുത്തരെയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? ആ ഒരു ഏർലി സ്റ്റേജിൽ പ്രാരംഭഘട്ടത്തില് ഒരിക്കലും ആ ഒരു കോർ ടീമിൽ ഇവരെല്ലാവരും ഉണ്ടാവില്ല. മറിച്ച് ആരൊക്കെ ഉണ്ടാവുള്ളൂ? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റും 1-2 മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുമായിരിക്കും. അതിനുശേഷം ഈ പ്ലാൻ എന്ത് ചെയ്യുന്നു, പ്രൊജക്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ ക്രമേണ എന്ത് ചെയ്യുന്നു, ഗ്രാജുവലി നമ്മൾ ഓരോരുത്തരെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹോസ്പിറ്റൽ എഞ്ചിനീയർ ആഡ് ചെയ്യും, ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾ, ഓരോ സ്പെസിഫിക് ഫീൽഡുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ടുകൾ, അങ്ങനെ ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രമേണ ആ ഒരു കോർ ടീമിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആ കോർ ടീം വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. Okay, then planning requires understanding of the nature of activities and their impact on each other. But ഇവർ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാനിങ്ങിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളുടെയും നേച്ചർ അല്ലെങ്കിൽ സ്വഭാവത്തെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം, പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ആൻഡ് their impact on each other. അതുപോലെ തന്നെ അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സർവീസ് തുടങ്ങിയാൽ എങ്ങനെ മറ്റുള്ളവയെ ബാധിക്കും, പരസ്പരം അവർ തമ്മിലുള്ള എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു ധാരണ ആ പ്ലാനിംഗ് ടീമിന് ഉണ്ടായിരിക്കണം. And it is desirable to funnel information through a small group as possible. ഇത് സാധ്യമാണെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൂടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. With one person assuming primary responsibility and providing the necessary leadership to keep the process in motion. നമ്മൾ ഇതുപോലെ ഓരോ ഗ്രൂപ്പുകളാക്കി തിരിച്ച് ഇത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൊടുക്കണം. അദ്ദേഹമായിരിക്കണം അതിന്റെ ലീഡർ. അതിലൂടെ നമ്മൾ കൃത്യമായ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ആ ഒരു പ്രോസസ്സ് ശരിയായ രീതിയിൽ വളരെ ചലനാത്മകമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ടീം പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പ്രവർത്തനങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, പരസ്പരം അവരെങ്ങനെയാണ് പ്രവർത്തനങ്ങൾ എങ്ങനെ പരസ്പരം അവരുടെ ആ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പ്രത്യേകമായ ഒരു ധാരണ അവർക്കുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻസോ കാര്യങ്ങളോ പാസ് ചെയ്യണമെങ്കിലും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പാസ് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അഭികാമ്യമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഓരോ ടീം നമ്മൾ രൂപീകരിക്കുമ്പോഴും അതിൽ ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ, അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ആ ഏറ്റെടുക്കുന്ന ആള് വളരെ ലീഡർഷിപ്പോടുകൂടി നേതൃത്വ പഠനത്തോടുകൂടി ആ പ്രക്രിയകളെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയി അവിടെ ഒരു പ്രോസസ്സ് ശരിക്കും ഒരു മൂവിങ് അല്ലെങ്കിൽ ഒരു ചലനാത്മകമായിട്ടുള്ള രീതിയിൽ നിലനിർത്തുകയും ചെയ്യണം. വേഗം ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണ്? വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്തേ, വായിച്ചത് കംപ്ലീറ്റ് ആവുമ്പോ. ഓക്കെ, നെക്സ്റ്റ് വൺ
ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ്. ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നുകൂടി പറയുന്നത്. ഫണ്ടിംഗ് ബോഡീസ്, ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഏജൻസീസ്, professional and social groups, suppliers and consumers who are all involved at various stages of the planning process fail to communicate effectively. ഈ പറയുന്ന ഫണ്ടിംഗ് ബോഡീസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ഏജൻസികൾ ആയിക്കോട്ടെ, മറ്റു പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ആയിക്കോട്ടെ, സപ്ലയേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാവരും ആ ഒരു പ്ലാനിംഗ് പ്രോസസ്സിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഇവരെല്ലാവരും ഫെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി. ആശയവിനിമയം നടത്താൻ ചിലപ്പോ, ശരിയായ രീതിയിലുള്ള ആശയവിനിമയം നടത്താൻ ചിലപ്പോ പരാജയപ്പെട്ടേക്കാം. The role of the consultant therefore is to maintain progressing decision making by coordinating their work. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടന്റിന്റെ റോളാണ് മെയിൻറ്റെയിൻ പ്രോഗ്രസിംഗ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ അവിടുത്തെ ആ ഒരു പ്ലാനിങ് പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു പുരോഗതി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൃത്യമായിട്ട് അവരുടെ വർക്കുകൾ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായ ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആരിലേക്കാണ് വരുന്നത്? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ആണ് അത് ചെയ്യേണ്ടത്. They must fully understand the proposals and their implication of financial, manpower and other resources. ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും അവർ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ മറ്റ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലോ മാൻപവർ മനുഷ്യശേഷിയിലോ അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങളിലോ ഒന്നും ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ സ്വാധീനങ്ങളോ ഒന്നും ചെലുത്താത്ത രീതിയിലായിരിക്കണം ആ ഒരു തീരുമാനം എടുക്കുക. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഒരു പാരഗ്രാഫിൽ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ പ്ലാനിങ് സ്റ്റേജസിൽ വിവിധ ഘട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഫണ്ടിംഗ് ബോഡീസ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ഏജൻസികൾ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആൻഡ് സോഷ്യൽ ഗ്രൂപ്പുകള്, സപ്ലയേഴ്സ്, കൺസ്യൂമേഴ്സ്, അങ്ങനെ ഒരുപാട് പേര് അതിന്റെ ആ ഒരു പ്ലാനിങ് സ്റ്റേജസിലെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പങ്കാളികളാവുന്നുണ്ടെങ്കിൽ പോലും ഇവര് തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു ആശയവിനിമയം ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ട് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഓരോ തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കേണ്ടതും കൃത്യമായിട്ട് അതിനനുസരിച്ചുള്ള പുരോഗതികൾ നടത്തേണ്ടതും കൃത്യമായി അവരുടെ വർക്കുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ടതും ആര് തന്നെയാണ്? ഒരു ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് തന്നെയാണ്. എന്നാൽ പോലും അവർ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻസ്. അപ്പൊ പുതിയ ഇങ്ങനെ ഒരു തീരുമാനങ്ങളെയും ഡിസിഷൻസ് ഒക്കെ അവർ സ്വന്തമായിട്ട് എടുക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തികപരമായ മേഖലകളിലോ അല്ലെങ്കിൽ മാൻപവേഴ്സ് അല്ലെ മനുഷ്യശക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റു വിഭവങ്ങളിലൊന്നും ഇതിന് സ്വാധീനമോ പ്രത്യാഘാതമോ ഉണ്ടാക്കാൻ പാടില്ല. Then many decisions have to be made before the architect appear on the scene. ഇതിനെ പറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും ഒരു ആർക്കിടെക്ട് ഈ ഒരു ഇതിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് അപ്പിയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവും. If the planning body has not been able to make such decisions, then it devolves on the architect to for the decision making process and to ask the controversial questions at times to cajole or bully in leading the way to decision making. അപ്പൊ നമുക്കറിയുന്ന നമ്മൾ വീടൊക്കെ പണിയുന്ന സമയത്ത് ഒരു ആർക്കിടെക്റ്റിന്റെ അഭിപ്രായത്തിന് മുൻപ് തന്നെ നമുക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാകും. ശരിയല്ലേ? ഇന്ന് കിച്ചൺ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഓരോ റൂംസും ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര 2 നിലയായിരിക്കണം. നമ്മൾ ഓൾറെഡി അവർ വരുന്നതിൽ അവരവരുടെ പ്ലാൻ തരുന്നതിന് മുൻപ് തന്നെ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടാവും. ശരിയല്ലേ? കിച്ചൺ ഈ ഭാഗത്തായിരിക്കണം, അല്ലെങ്കിൽ ഈ ഭാഗത്തായിരിക്കണം ഞങ്ങളുടെ റൂമുകൾ വരേണ്ടത്, ഇത്ര റൂംസ് വേണം. നമ്മൾ അവര് വരുന്നതിൽ അവര് നമ്മുടെ ആ ഒരു സീനിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ടാവും അല്ലെ? ഇവിടെയും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ആർക്കിടെക്റ്റിന്റെ തീരുമാനം മാത്രമല്ല നടപ്പിലാക്കുന്നത്, അവരും പല തീരുമാനങ്ങളും അതിന് മുൻപ് തന്നെ ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. ആ ഒരു പ്ലാനിംഗ് ബോഡി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പ്ലാനിംഗ് ബോഡിക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതാരിലേക്ക് കൊടുക്കുന്നു? അതാരുടെ അടുത്തേക്ക് പിന്നെ ചെയ്യാം? ആർക്കിടെക്റ്റിനാണ് പിന്നെ ആ ഒരു റോള് ചെയ്യേണ്ടി വരിക. ഒരു പ്ലാനിംഗ് ബോഡിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ ആർക്കിടെക്റ്റിനോടാണ് നിർബന്ധിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മളോട് ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് നമ്മള് കോൺട്രാക്റ്റുകൾ കൊടുക്കാറുണ്ട് അല്ലെ, വീട് പണിയാനായിട്ട്. അവര് നമ്മളോട് കുറച്ച് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് വിവാദപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്? ചോദിക്കില്ലേ?
എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്? എത്ര നിലയുള്ള വീടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എത്ര റൂമുകളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്? ചോദിക്കാറില്ലേ? ഡയറക്റ്റ് ഫുൾ എമൗണ്ട് ഓഫ് ഫണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ ചെയ്യുന്നത്? ഇല്ലേ? അവരിങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ശരിയല്ലേ? അതിനുശേഷം ആ ക്വസ്റ്റ്യൻസിൽ നിന്നും കിട്ടുന്ന ഒരു പ്രേരണയിലൂടെയാണ് അവർ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. ശരിയല്ലേ? അവരിൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ അതിനനുസരിച്ചുള്ള ആൻസേഴ്സ് കൊടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ ആൻസേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്നും അവരൊരു തീരുമാനം, ഒരു ഡിസിഷനിലേക്ക് അവർ എത്തിച്ചേരുകയാണ് ചെയ്യുക. Here it must be understood that architects start by asking questions on the total budget expenditure for the project for obvious reasons. പല കാരണങ്ങൾ കൊണ്ടും അവർ ആദ്യമേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്ത്? ടോട്ടൽ ബഡ്ജറ്റ് നിങ്ങളുടെ എത്രയാണ് അല്ലേ? ഇപ്പൊ നമുക്കൊരു വീട് പണിയാൻ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും അല്ലെ? നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര ബഡ്ജറ്റ് നമ്മൾ പറയും, ഇപ്പൊ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയാണ് എന്റെ കയ്യിലുള്ള ബഡ്ജറ്റ്. അതിനുള്ളിലുള്ള ഒരു വീടാണ് പണിയുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ആയിരിക്കും അവർക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ടോട്ടൽ ബഡ്ജറ്റ് നിങ്ങൾ എത്ര രൂപയാണ് ആ ഒരു പ്രൊജക്ടിന് വേണ്ടി നിങ്ങൾ ചിലവാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള തുക എത്രയാണ്? അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഒരു ആർക്കിടെക്ട് ചോദിക്കും. ആ ആർക്കിടെക്റ്റിന് അത് പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലേക്ക് എത്തുക. ഇനിഷ്യേറ്റീവ് മസ്റ്റ് മൈൻഡ് വിത്ത് ദ പ്ലാനിംഗ് ബോഡി. ഇനി ആ ഒരു ആരംഭിക്കണമെങ്കിൽ ആ ഒരു പ്ലാനിംഗ് ബോഡിയുടെ തീരുമാനത്തിൽ ഇപ്പൊ ഒരു തീരുമാനം അവരെടുത്തു, ഇനി അത് ആരംഭിക്കണമെങ്കിൽ അത് ആരാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്? റിമെയിൻ വിത്ത് ദ പ്ലാനിംഗ് ബോഡി തന്നെയാണ് ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട ആ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരേണ്ടത് ആ ഒരു പ്ലാനിംഗ് ബോഡിയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? കജോൾ ചെയ്യുക അല്ലെങ്കിൽ ബുള്ളി ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ ഇവിടെ. ശരിക്കും ഭീഷണിപ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർ പ്രേരിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിലൂടെ ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന ആൻസേഴ്സ് എന്തിനു പ്രേരിപ്പിക്കുന്നു? ഒരു ഡിസിഷൻ മേക്കിലേക്ക് അവരെ നയിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹോസ്പിറ്റൽ ആർക്കിടെക്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. കാരണം അതൊരു ടേം ആയിട്ട് പറയുന്നതാണ്. ഇത് ഒരുമിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വരെ മിസ് ഇന്ന് എടുക്കുന്നുള്ളൂ. ഇത്രയും ഭാഗങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.